നമസ്കാരം. ധനമുണ്ടാകാൻ എന്താ വേണ്ടത്? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. രണ്ടാമത്, അത് നിലനിർത്താൻ പഠിക്കണം. വസിഷ്ഠ മഹർഷി പണത്തെ നിർവചിച്ചത് പണം ജാഗ്രത് പ്രാണൻ എന്നാണ്. അത്ര മഹത്തായ പണത്തെ വളരെ ദിവ്യതയോടെ കൈകാര്യം ചെയ്യാത്തിടത്ത് ശ്രീദേവി മാറിയിട്ട് മൂദേവി കടസാധ്യതകളും ദുരിതവുമായി കയറി വരും. പണം ശ്രീലക്ഷ്മിയാണ്. അതിന് ചാക്രിക സ്വഭാവമാണ്. സ്ഥിരമായി ആരിലും നിൽക്കില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള പണം കരുതൽ ധനമായി സൂക്ഷിച്ചിട്ട് അധികമുള്ളത് ഈശ്വരാധീനം ലഭിക്കും വിധം കൈകാര്യം ചെയ്യുക. അപ്പോൾ പണം വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞത് ശ്രദ്ധിക്കുക. രാമ, നീ പണമാർജിക്കുന്നതിൽ മടി വിചാരിക്കരുത്. ധനമാർജിക്കൽ മനുഷ്യധർമ്മമാണ്. പക്ഷെ ആ പണം ധർമ്മത്തിൽ അധിഷ്ഠിതമായി സമ്പാദിക്കുന്നതിലും ധാർമ്മികമായി ചെലവഴിക്കുന്നതിലുമാണ് മിടുക്ക്. പണം ഉണ്ടാക്കാൻ മാത്രം കഴിഞ്ഞാൽ പോരാ, നിലനിർത്താനും പഠിക്കണം. ഭൂമിയിൽ സർവ്വകർമ്മങ്ങൾക്കും ധനം വേണം. പണത്തിന് മേൽ പരുന്തും പറക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. പണമില്ലാത്തവൻ പിണമാണെന്നും പറയാറുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരില്ലെങ്കിലും ചിലർ എത്ര ശ്രമിച്ചാലും ധനം നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായി വിരുന്നു വരുന്ന കടബാധ്യതകളാൽ മൂക്കുകൊണ്ട് ഹരിശ്രീ എഴുതാറുമുണ്ട്. ചിലർ വളരെ പെട്ടെന്ന് പണക്കാരായി മാറുന്നു. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ധനാഭിവൃദ്ധിയോടെ കോടീശ്വരന്മാരായി ജീവിച്ചിട്ട് പെട്ടെന്നൊരു നാൾ കൂപ്പുകുത്തി താഴെ വീഴുന്നവർ. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ധനലക്ഷ്മി ആരുടെ കൂടെയാണ് നിലനിൽക്കുക? ധനലക്ഷ്മിയെ നിലനിർത്താൻ അറിഞ്ഞിരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ എന്താണ്? ധനനഷ്ടത്തിലേക്ക് നയിക്കുന്ന ശീലങ്ങളും ശ്രദ്ധക്കുറവും എല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രഗത്ഭ രാഷ്ട്രീയക്കാരെയും വ്യവസായികളെയും ചലച്ചിത്ര താരങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവർ എപ്പോഴും ശുദ്ധവൃത്തിയും സംസ്കാരവും കലർന്ന പൊതുമര്യാദകൾ പാലിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് ശുഭ്രവസ്ത്രത്തിന് ധനത്തെ ആകർഷിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രമുഖരും വ്യവസായികളും ശുഭ്രവസ്ത്രത്തെ സ്നേഹിക്കുന്നത്. ചുരുക്കത്തിൽ, ശനിയുടെ ആവാസസ്ഥാനമാണ് പൊട്ടിപ്പൊളിഞ്ഞതും പഴകിയതും മുഷിഞ്ഞതും അഴുക്കും ദുർഗന്ധവുമൊക്കെ നിറഞ്ഞ വസ്തുക്കൾ. ഇവയൊക്കെ ലക്ഷ്മിവാസത്തിന് തടസ്സം തന്നെയാണ്. അത്തരം വസ്തുക്കളിലും സ്ഥാനങ്ങളിലും മൂദേവിയാണ് വസിക്കുക. വെള്ളിയാഴ്ച എന്നാൽ ഹിന്ദിയിൽ ശുക്രവാർ എന്നാണ് അറിയപ്പെടുക. ജ്യോതിഷത്തിൽ ശുക്രൻ ധനം, സുഖം, ആഭരണം, ദാമ്പത്യസുഖം, ഐശ്വര്യം ഇവയുടെ കാരകഗ്രഹമാണ്. ശുക്രൻ ധനാകാരനാകയാൽ വെള്ളിയാഴ്ച പണം, ആഭരണം ഇവ നൽകരുത് എന്നുണ്ട്. ആഭരണം, വാഹനം, വസ്തു ഇവ വിൽക്കുന്നതും പണയത്തിന് പെടുത്തുന്നതും വെള്ളിയാഴ്ചയാകരുത്. എന്നാൽ വെള്ളിയാഴ്ച പണം, ആഭരണം, ചിട്ടിപ്പണം, ചെക്കുകൾ, ആഡംബര വസ്തുക്കൾ, രത്നം, വിശേഷ ദൈവിക യന്ത്രങ്ങൾ, വസ്ത്രം, വിശിഷ്ട സമ്മാനങ്ങൾ എന്നിവ നമുക്ക് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. വെള്ളിയാഴ്ചയാണ് പ്രാധാന്യമെങ്കിലും ചൊവ്വയും ശനിയും ധന ഇടപാടുകൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത്രയും നന്ന്. ധന ഇടപാടുകൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ വ്യാഴം, തിങ്കൾ, ബുധൻ, ഞായർ എന്നിവയാണ്. ഇതെല്ലാം നിത്യജീവിതത്തിന്റെ ശൈലിക്കനുസരിച്ചും യുക്തിക്കനുസരിച്ചും ചിന്തിച്ച് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ധനമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കച്ചവടം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അവരുടെ കാര്യമല്ല. മറിച്ച് ഒരാൾക്ക് കടമായി നല്ലൊരു തുക നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുക, വസ്തു, വാഹനം, വീട്, മെഷീനറി എന്നിവയ്ക്ക് അഡ്വാൻസ് നൽകുക തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന സുപ്രധാന ധനമിടപാടിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. കഴിവതും വെള്ളിയാഴ്ച വ്യക്തിപരമായി നാം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്നർത്ഥം. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കരുത്. വിവാഹം, ഗ്രഹപ്രവേശനം, ജോലിക്ക് അപേക്ഷിക്കുക, വാഹനം വാങ്ങുക, വീടും സ്ഥലവും വാങ്ങുക, സന്താനങ്ങൾക്കും ഭാവിക്കും വേണ്ടി നിക്ഷേപം തുടങ്ങുക എന്നിവ. ജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും കിട്ടേണ്ട കാര്യങ്ങൾ തുടങ്ങാൻ ശനിയും ചൊവ്വയും നിർബന്ധമായും ഒഴിവാക്കണം. ഇക്കാര്യങ്ങൾക്ക് പണം, ചെക്ക് ഇവ ആദ്യമായി നൽകുന്നതും ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിലാകരുത്. നേരത്തെ ആരംഭിച്ച കാര്യങ്ങൾ തുടരുന്നതിന് ദിവസം നോക്കേണ്ടതില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ച് അവനവന്റെ ജീവിതം കണ്ണീരും കടവുമായി ഉറക്കം നഷ്ടപ്പെട്ട നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ദരിദ്രനാരായണനായ കുചേലന്റെ അവൽപ്പൊതിയിൽ നിന്ന് ഒരു പിടി അവൽ ഭഗവാൻ നാരായണൻ ഭക്ഷിച്ചപ്പോൾ ദ്വാരകയുടെ ഐശ്വര്യത്തിന്റെ ഒരു ഭാഗം കുചേലനോടൊപ്പം പോയത് ഓർമ്മയുണ്ടല്ലോ. രണ്ടാമതൊരു പിടി അവൽ കൂടി കഴിക്കാനെടുത്ത ഭഗവാനെ വിലക്കിക്കൊണ്ട് ദേവി പറഞ്ഞത് ഇങ്ങനെയാണ്: ശേഷിച്ച അവൽ കൂടി കഴിച്ചാൽ ഞാൻ കുചേലപത്നിയുടെ ദാസിയാകേണ്ടി വരും. നാം നിത്യജീവിതത്തിൽ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾക്ക് അനുകൂല പ്രതികൂല തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കുചേലന്റെ അവൽപ്പൊതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇക്കഥ വ്യക്തമാക്കുന്ന തത്വവും ഇതുതന്നെയാണ്. പാത്രമറിഞ്ഞേ ദാനം ചെയ്യാവൂ. ഓരോരുത്തർക്കും അവർ അർഹിക്കുന്നത്രയേ നൽകാവൂ. അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുവരാതെ ജീവിക്കാൻ ഇന്ന് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും കഴിയുന്നുണ്ട്. അതില്ലാത്തവർക്കാണ് നമ്മൾ നൽകേണ്ടത്. അതാണ് യഥാർത്ഥ അന്നദാനം. സർവകർമ്മ വിമുക്തരായി മനസ്സ് നിർവിഷയമായിട്ടുള്ളവർ
ജ്ഞാനം തേടിയാൽ അവർക്ക് ബ്രഹ്മജ്ഞാനം നൽകുന്നതാണ് ഏറ്റവും ഉത്തമ ദാനം. ഇതിനു പകരം സുഭിക്ഷതയിൽ ജീവിക്കുന്നവർക്ക് അന്നദാനവും ഭാഗവത യജ്ഞവും നടത്തി ആഘോഷിക്കുന്നത് ദാനധർമ്മമല്ല, ഉദരപൂരണ വ്യവസ്ഥ മാത്രമാണ്. ധനവും സർവാഐശ്വര്യവുമുള്ളവർക്ക് അന്നദാനം നടത്തി അതിൽ ഭഗവാനെ പങ്കു ചേർക്കുന്നവർ അറിയുന്നില്ല അവർ ചെയ്യുന്നത് മഹാപാപമാണെന്ന്. പക്ഷെ നമ്മോടങ്ങനെ ചെയ്യാനാവശ്യപ്പെടുന്ന പ്രഭാഷണ പുലികൾ നിരവധിയുണ്ട്. ഇവർ ധനാർത്ഥി മൂത്ത് നടത്തുന്ന ഇത്തരം സാഹസങ്ങളിൽ യഥാർത്ഥ ദാനമോ ജ്ഞാനമോ ഉൾപ്പെടുന്നില്ല. വേദി ഒന്നിന് 1,00,000 ലക്ഷം മുതൽ മുകളിലോട്ട് കണക്ക് പറഞ്ഞു വാങ്ങുന്ന വിദ്വാൻമാരാണ് ഈ പറയുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ജ്ഞാനം അതർഹിക്കുന്ന പാത്രത്തിലും അന്നം വസ്ത്രം എന്നിവ അതിന് നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവനുമാണ് നൽകേണ്ടത്. ഒന്നാന്തരമായി പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥിക്ക് നിവൃത്തിയില്ലെങ്കിൽ ധനം നൽകി പഠിപ്പിച്ചെടുക്കുന്നത് ജ്ഞാനദാനത്തിന് തുല്യമത്രേ. ഒരാൾക്ക് അയാളുടെ വരുമാനത്തിന്റെ 10% ദാനധർമ്മങ്ങൾ നിർവഹിക്കരുതെന്ന് സ്മൃതികൾ ഘോഷിക്കുന്നുണ്ട്. കടം വാങ്ങി സഹായിക്കൽ, ജാമ്യം നിൽക്കൽ, ചൂതാട്ടത്തിനും ദുരാചാരങ്ങൾക്കും ധനം നൽകൽ ഇവ ഒരിക്കലും ദാനധർമ്മമല്ല. പണം അലക്ഷ്യമായി വലിച്ചെറിയുകയോ കൈകാര്യം ചെയ്യുകയോ അരുത്. ധനം ലക്ഷ്മി ദേവിയാണെന്ന ഓർമ്മയിൽ വീട്, ഓഫീസ്, വ്യവസായശാല അങ്ങനെ എവിടെയും കന്നിമൂല ഭാഗത്ത് വടക്കോട്ട് അഭിമുഖമായി സൂക്ഷിക്കുന്ന അലമാരയിൽ നിത്യവുമുള്ള പണം, അതുപോലെ തന്നെ രേഖകൾ ഇവയെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഉദയം മുതൽ ഉച്ചവരെയുള്ള സമയത്ത് തന്നെ ധനമിടപാടുകൾ നടത്തി ശീലിക്കേണ്ടതുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം കഴിയുന്നതും പണമിടപാട് നടത്താതിരിക്കുന്നതാണ് നല്ലത്. സ്വർണം, വാഹനം, ഭൂമി, വീട്, വ്യാപാര സ്ഥാപനം എന്നിവയുടെ വിൽപ്പന, അതുപോലെ തന്നെ അവയുടെ പണയപ്പെടുത്തൽ എന്നിവയ്ക്ക് കഴിയുന്നതും വെള്ളിയാഴ്ച ഒഴിവാക്കുക. സ്വന്തം നന്മയ്ക്ക് വേണ്ടി പണം നിക്ഷേപിക്കാൻ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിവാക്കുന്നതും നല്ലതാണ്. പ്രധാനപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും വ്യാഴം, തിങ്കൾ, ബുധൻ എന്നിവ തിരഞ്ഞെടുക്കുക. സംഖ്യാശാസ്ത്ര പ്രകാരം അവരവരുടെ ജന്മഭാഗ്യ ദിനങ്ങൾ ഗുണകരമാണ്. പക്ഷെ ഒരാളിന്റെ ജന്മഭാഗ്യ ദിനച്ചേർച്ച നോക്കുമ്പോൾ ചിലർക്ക് ശുഭമാകുന്ന ദിനം മറ്റു ചിലർക്ക് അശുഭമായി വരാം. രാഹുകാലം പണമിടപാടിന് മാത്രമല്ല ഒരു ശുഭകാര്യത്തിനും ഗുണകരമല്ല എന്നറിയുക. പണമിടപാടിലെന്നല്ല, പ്രധാനപ്പെട്ട കർമ്മങ്ങളിലെല്ലാം ഒരാളുടെ അഷ്ടമരാശി, ഷഷ്ടരാശി, 12ാം രാശി ഇവ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. അവരവരുടെ നക്ഷത്രത്തിന്റെ വേദ നക്ഷത്രക്കാരുമായും മധ്യമ രജ്ജു നക്ഷത്രക്കാരുമായും വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയാൽ കഷ്ടത അനുഭവിക്കും. ജന്മസംഖ്യ, ഭാഗ്യസംഖ്യ ഇവയുടെ വിപരീത സംഖ്യ വരുന്ന തുക ആദ്യ നിക്ഷേപമായി ചെയ്യുന്നതും കടം നൽകുന്നതുമൊക്കെ ധനക്ലേശത്തിന് സാധ്യതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഭാഗ്യസംഖ്യ 3 ആണെങ്കിൽ 300, 3000, 6000, 60,000 തുടങ്ങിയ സംഖ്യകൾ കൈകാര്യം ചെയ്യരുത്. പണത്തിന് ചാക്രിക സ്വഭാവമാണല്ലോ. ധാരാളം പണം ശേഖരിച്ചു വയ്ക്കുന്നതും ലക്ഷ്മി നിലയെ നിരോധിക്കുന്നതിന് തുല്യമാണ്. പണത്തെ പല കാര്യങ്ങളിലും വിനിയോഗിച്ചും വിനിമയം ചെയ്തും ശീലിക്കേണ്ടതുണ്ട്. പണം ധാരാളിത്തമായി ചെലവാക്കുന്നവരിൽ അത് നിലനിൽക്കില്ല. സ്വന്തം പ്രയത്നത്തിന് അർഹിക്കുന്ന പ്രതിഫലമായി ലഭിക്കുന്ന ധനമേ ശ്രേയസ്സുണ്ടാക്കൂ. അനർഹമായി നേടുന്ന ധനം പരമ്പരകൾക്ക് തിരിച്ചടി ഉണ്ടാക്കും. ധനവും വ്യാധിയും ഒരു നാണയത്തിന്റെ ഇരുപുറമാണെന്നോർക്കുക. ഈശ്വരാധീനം ലഭിക്കുമാറ് ധാർമ്മികമായി ധനം വിനിയോഗം ചെയ്താൽ വീണ്ടും വീണ്ടും ചാക്രിക സ്വഭാവമുള്ള പണമേ കൈവശം സൂക്ഷിക്കാനാവൂ. ബാങ്കും ധനത്തിന്റെ ചാക്രിക സ്വഭാവത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരാണ്. ആയതിനാലാണ് ബിസിനസ്സിലും ബാങ്കിലും ധനം വർദ്ധിക്കുന്നത്. സ്വർണം വാങ്ങാൻ അക്ഷയതൃതീയ ദിവസം നല്ലതാണെന്ന് വിശ്വസിക്കുന്നത് പോലെ പൂയം നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടി വരുന്ന ദിവസം സ്വർണം, വെള്ളി, രത്നം ഇവ വാങ്ങുക. ഭൂമിക്കും വീടിനുമൊക്കെ അഡ്വാൻസ് നൽകുക. പുതിയ കരാറുകൾ, അക്കൗണ്ട്, കച്ചവടം ഇവ ആരംഭിക്കുന്നതും വളരെ ഉന്നതി നൽകും. അവരവരുടെ ജന്മഭാഗ്യ സംഖ്യ വരുന്ന ദിവസവും ഇങ്ങനെ ഗുണകരമാണ്. വീട്ടിലായാലും വ്യാപാര സ്ഥാപനത്തിലായാലും തെക്ക് പടിഞ്ഞാറ് നിര്യതി കോണിലാണ് സ്വർണം, പ്രമാണം, രേഖകൾ എന്നിവ സൂക്ഷിക്കേണ്ടത്. സന്ധ്യയ്ക്ക് ശേഷം സ്വർണം കഴിവതും നൽകരുത്. ചൊവ്വ, ശനി ദിവസങ്ങളിൽ സ്വർണം വാങ്ങരുത്. സ്വർണം വിൽക്കാൻ ബുധനാഴ്ചയും ഞായറാഴ്ചയുമാണ് ഏറ്റവും ഉത്തമം. സുപ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ധനകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിമിത്തം പ്രധാനമാണ്. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ അവിൽപ്പൊതിയുമായി യാത്ര തിരിക്കുമ്പോൾ ചെമ്പോത്തിന്റെ ശബ്ദം കേട്ടതായി പറയുന്നു. ശുദ്ധ മനസ്സുള്ളവർക്ക് എന്തിനിറങ്ങുമ്പോഴും മനസ്സ് ചില നിർദ്ദേശം തരും. ഇത് അന്ധകരണ സൃഷ്ടിയാണ്, സത്യമായി ഭവിക്കും. പ്രകൃതി ചില ശബ്ദങ്ങളും കാഴ്ചകളും കൊണ്ട് നിമിത്തം നൽകാറുണ്ട്. ശുഭകാഴ്ചകൾ, ശബ്ദങ്ങൾ എന്നിവ ഗുണഫലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഭാവിയിലേക്ക് മുതൽക്കൂട്ടാവുന്ന വീട്, വസ്തു, വ്യാപാരം, കരാറുകൾ, വലിയ ധനമിടപാട് ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാതക പരിശോധനയും പ്രശ്നചിന്തയും നിർബന്ധമാണ്. ജന്മനക്ഷത്രത്തിൽ നിന്നും 3, 5, 7 നക്ഷത്രങ്ങളും വേദനക്ഷത്രവും മധ്യമരജ്ജു നക്ഷത്രങ്ങളും ജന്മരാശിയിൽ നിന്ന് 6, 8, 12 രാശിയിലെ നക്ഷത്രങ്ങളും ഒഴിവാക്കിയാൽ നന്നായി വരും. ഊൺനാളുകളും ശുഭനക്ഷത്രങ്ങളും സ്വീകരിക്കാം. ചൊവ്വാഴ്ച, ശനിയാഴ്ച, ജനിച്ച മാസം എന്നിവ ഒഴിവാക്കുക തന്നെ വേണം. മോശം ദശാകാലങ്ങളിൽ വാങ്ങലോ വിൽക്കലോ പ്രതികൂല ഊർജ്ജങ്ങൾ ഉണ്ടാക്കും.
ഭൂമി, വീട് ഇവ സംബന്ധമായ കാര്യങ്ങൾക്ക് തിങ്കളും വ്യാഴവും ബുധനും വെള്ളിയും മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ചിലരിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം ഭാഗ്യദായകമാണെന്നറിയില്ലേ? അതുപോലെ സുപ്രധാന കാര്യങ്ങൾക്ക് ധനം കൊടുക്കൽ വാങ്ങൽ നടത്താൻ വരവിന്റെയും ചെലവിന്റെയും ആധിപത്യമുള്ള നക്ഷത്രം നിർണയിച്ച് പണമിടപാട് നടത്തിയാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടതില്ല. മഹാലക്ഷ്മി, കുബേരൻ എന്നിവർക്ക് പോലും ധനം വർഷിക്കുന്ന ധനേശിവനെയും ശ്രീയന്ത്രസ്ഥായിയായ പരാശക്തിയെയും പ്രാർത്ഥിക്കുന്നത് ധനം നിലനിൽക്കാനും ഋണമുക്തിക്കും ഇടയാക്കും. ഒരാൾ ജനിച്ച സമയത്തിനനുസരിച്ച് ഈ ജന്മത്തിൽ എത്ര ധനവും എത്ര കടവും അനുഭവിക്കണമെന്ന് നിയോഗമുണ്ട്. അതിനപ്പുറം ധനം നേടാൻ ശ്രമിക്കരുത്. ജാതക പരിശോധനയിലൂടെ ഇന്ദുലഗ്നം നടത്തി നമ്മുടെ യഥാർത്ഥ ലക്ഷ്മി അവസ്ഥ തിരിച്ചറിഞ്ഞ് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകാതെ സൂക്ഷിക്കാം. എന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയാം എന്നർത്ഥം. എന്തൊക്കെ ചെയ്യുമ്പോഴും ദാനം, ധർമ്മം, ജീവകാരുണ്യം ഇവ വിധിപ്രകാരം പാലിക്കുന്നിടത്തേ ധനം നിലനിൽക്കൂ എന്ന കാര്യം ഒരു കാരണവശാലും മറന്നുപോകരുത്. ജാതി, മത, വർഗ, വർണ്ണ ചിന്തയില്ലാതെ നല്ലവരായ സകല മനുഷ്യരെയും സ്നേഹിക്കുക, അവരെ ചേർത്ത് നിർത്തുക. സദാചാരവും മനുഷ്യസ്നേഹവും കൈവിടാതെ സൂക്ഷിച്ചാൽ ദൈവം നിങ്ങളെയും കൈവിടില്ല. പണത്തിനു വേണ്ടി ആർത്തി പൂണ്ട് ദൈവീകതയും മനുഷ്യസ്നേഹവും കൈവെടിഞ്ഞവർ പിൽക്കാലത്ത് സർവ്വ ദുരിതങ്ങളാൽ നിലംപരിശായ കഥ നമുക്ക് ചുറ്റും ധാരാളം കാണാൻ കഴിയും.